യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒന്നും പറയണ്ട മോളെ, ആ പ്രിയക്ക് ചായ കൊടുത്തതാ. എല്ലാം കൂടെ എന്റെ സൈഡിലേക്ക് ഒറ്റ ഛർദില്. നോറ്റം പോന്നുമില്ല. ചായയുടെ കൂടെ വേറെ വല്ലതും കലക്കി കൊടുത്തായിരുന്നോ? സംഗതി ഞാൻ ഇത്തിരി ഉപ്പിട്ടു, പക്ഷെ ഇങ്ങനെ ആവൂന്ന് വിചാരിച്ചില്ല. കൊള്ളാം. കനേച്ചി, അനുകുട്ടിയെ കുളിപ്പിക്കാനുള്ള നേരായിട്ടോ. ഇത് വല്ലാത്ര ഇടങ്കാറായല്ലോ മോളെ. കനേച്ചി കേട്ടില്ലേ? ആ കേട്ടു, ഞാൻ ചെയ്തോളാം. എന്നാ വേഗം ആവട്ടെ. ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. അയ്യോ കനേച്ചി, ചൂടുവെള്ളമൊന്നും എടുത്ത് ദേഹത്ത് കോരി ഒഴിക്കരുത്. എങ്ങാനും പൊള്ളിപ്പോയാ അജുവേട്ടൻ പറഞ്ഞതുപോലെ നമുക്കാവും പണിയിട്ട്. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. ഓക്കെ ആയെന്ന് തോന്നുന്നു. സൂചിച്ചിരിക്കുന്ന കണ്ടില്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാടി. പ്രിയ കരഞ്ഞു. മധുമോളെ, പൂജമോളെ, വേഗം വാ. തള്ള കൊളവെക്കുമല്ലോ. എന്താ എന്താ കനേച്ചി? പ്രിയ അയ്യോന്ന് പറഞ്ഞു. അയ്യോന്നോ? അതെ, അയ്യോന്ന്. അനുക്കുട്ടി, മോളെ അനുക്കുട്ടി. അനു, എപ്പോഴാ അനുക്കുട്ടി അയ്യോന്ന് പറഞ്ഞത്? അത് ഒന്ന് പറ എന്റെ കനകേച്ചി. അത് എന്റെ കൈ അറിയാതെ കണ്ണി കൊണ്ടപ്പോ. അത് കനകേച്ചിക്ക് തോന്നിയതാവും. സത്യം പറ, അയ്യോന്ന് പറയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇവളുടെ കണ്ണി കുത്തിയോ? ഇല്ല. ദേ കനകേച്ചി, വയ്യാതിരിക്കുന്ന കുട്ടിയാ. വെറുതെ നിങ്ങളുടെ വേഷം കിട്ടും ഇവളുടെ അടുത്ത് കാണിക്കരുത്, കേട്ടല്ലോ? മോളെ, ഞാനൊന്നും ചെയ്തില്ല. പെട്ടെന്ന് അയ്യോന്ന് കരഞ്ഞതുപോലെ എനിക്ക് തോന്നിയതായിരിക്കും. ചിലപ്പോ ഞാനേ കേട്ടിട്ടുണ്ടാവൂ. അയ്യടാ, ഞാനേ കേട്ടിട്ടുണ്ടാവൂ. നിങ്ങൾക്ക് മാത്രം കേൾക്കാനും കാണാനും നിങ്ങൾ ആരാ, നന്ദനത്തിലെ ബാലമണിയോ? നിങ്ങളൊക്കെ കൂടെ കുളിപ്പിച്ചോ മതി. അങ്ങോട്ട് മാറിക്കോ. വാ മോളെ. ശരിക്കും എന്താ ഉണ്ടായ കനകേച്ചി? അവളുടെ കണ്ണില് ഞാനൊന്ന് കുത്തിയെന്നുള്ളത് നേരാ. അപ്പൊ അവൾ അയ്യോന്ന് വിളിക്കുകയും ചെയ്തു. സത്യം? സത്യാ മോളെ. കനകേച്ചി ഇത് ആരോടും പറയണ്ട. അവളുടേത് അഭിനയമാണെങ്കിൽ ഇത് നമ്മൾ ഉറപ്പായിട്ടും പൊളിക്കും. അരുണിമയുടെ മൊഴിയും ഓട്ടോപ്സി റിപ്പോർട്ടും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിലും നമുക്ക് കോടതിയിൽ അത് ഗുണകരമാകാൻ സാധ്യതയില്ല. സാക്ഷിയെ വിളക്കിന്റെ തണ്ടുകൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി എന്ന മൊഴിയുമായാണ് അരുണിമ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത്. അപ്പോ അവർ ഒരു തവണ കുത്തി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഓട്ടോപ്സി പ്രകാരം രണ്ടാമത്തെ കുത്താണ് മരണകാരണം. അത് പ്രകടമായൊരു വൈരുദ്ധ്യമല്ലേ? അതെ. പക്ഷേ തെളിവെടുപ്പിന് ഹാജരാക്കിയ സമയത്ത് താൻ 2 തവണ കുത്തിയെന്ന് അരുണിമ പറഞ്ഞിട്ടുണ്ട്. കൊലപാതകം കഴിഞ്ഞ് അപ്പോഴത്തെ മനോനില മാറി കാര്യങ്ങൾ വ്യക്തമായി ഓർത്തെടുക്കാൻ പറ്റിയ സമയത്ത് തന്നെയാണ് താൻ 2 തവണ കുത്തിയെന്ന് അരുണിമ ഓർത്തെടുത്തതാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കും.
പക്ഷേ മുറിവിന്റെ വലിപ്പത്തിലെ സ്വഭാവത്തിലുള്ള വ്യത്യാസവും. ദാറ്റ്സ് എ വാലിഡ് പോയിന്റ്. പക്ഷേ താൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന വാദത്തിൽ അരുണിമ നിൽക്കുമ്പോഴും മുറിവിന്റെ വ്യത്യാസവും 2 മുറിവുകൾക്കിടയിലെ സമയവും പ്രോസിക്യൂഷൻ ഈസിയായി സാധൂകരിക്കും. രണ്ടാമത്തെ കുത്ത് അല്പം കൂടി ആഴത്തിലുള്ളതായതുകൊണ്ട് വിളക്കിന്റെ തണ്ടിന്റെ വീതി കൂടിയ ഭാഗം ഇറങ്ങിപ്പോയതാണ് മുറിവിന്റെ വ്യത്യാസത്തിന് കാരണമായതെന്ന് പറയാം. കൊലപാതകം കഴിഞ്ഞ് അല്പനേരം കഴിഞ്ഞാണ് അരുണിമ വീട് വിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അതിനിടയിൽ രണ്ടാമത്തെ കുത്തിന്റെ സമയം ആദ്യത്തേതിന് ശേഷം മരണം നടന്ന സമയത്തായിരുന്നു എന്നും വാദിക്കാം. ഇതിനൊക്കെ ആധാരമായി അരുണിമയ്ക്ക് കൃത്യമായ ഓർമ്മയില്ല എന്ന വസ്തുതയും അവർ ഉന്നയിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമീപനം ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ് നല്ലത്. ഈ കേസിൽ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിരിക്കുക? തന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് എന്തായിരിക്കും സംഭവം? രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയിരിക്കുന്ന ആളുകൾ അവരുടെ ലക്ഷ്യം തങ്ങളാണെന്നറിയുന്ന പൂജയും അരുണിമയും തീർച്ചയായും പരിഭ്രമിച്ചിരിക്കും. വന്ന് കയറിയവർ കറണ്ട് കൂടി ഓഫ് ചെയ്തതോടെ ഒന്നുകിൽ അരുണിമ പൂജയും വലിച്ചുകൊണ്ട് ഓടി, അല്ലെങ്കിൽ തിരിച്ച്. അതിനിടയിൽ അരുണിമ താഴെ വീണുപോയി എന്ന് പൂജയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. താഴെ വീണ അരുണിമയെ രക്ഷിക്കാൻ നോക്കുമ്പോഴായിരിക്കണം തന്നെ കൊല്ലാനായി സാക്ഷി വരുന്നത് പൂജ കണ്ടത്. പൂജ അവിടുന്ന് ഓടിയിട്ടുണ്ടാവാം, സാക്ഷി പുറകെ പോയിട്ടും ഉണ്ടാവാം. അവർ തമ്മിൽ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടാവും. സാക്ഷിയെ പിടിച്ചു തള്ളി ഓടാൻ തുനിഞ്ഞ പൂജയ്ക്ക് പിറകിൽ നിന്ന് അടികിട്ടി താഴെ വീണിട്ടുണ്ടാകാം. ഇതുവരെയും പൂജയുടെ മൊഴിയും ക്രൈം സീനും മാച്ചിങ് ആണ്, പെർഫെക്റ്റ് ആണ്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ മാറി ആലോചിക്കേണ്ടി വരും. വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് വന്ന അരുണിമ ആന്റി കണ്ടത് കുത്തേറ്റ് കിടക്കുന്ന സാക്ഷിയാണെങ്കിലോ? കറക്റ്റ്. അങ്ങനെ ആലോചിച്ചാൽ കാര്യങ്ങൾ കുറെ കൂടി നമുക്ക് വ്യക്തമാവും. ഈ കുത്തേറ്റ് കിടക്കുന്ന സാക്ഷിയെ കാണുന്ന അരുണിമ അത് ചെയ്തത് പൂജയാണെന്ന് വിചാരിക്കുന്നു. പൂജയെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കരുതെന്ന് കരുതി കുറ്റം ഏറ്റെടുക്കുന്നു. അപ്പോഴോ? അതെ, അതാണ് സാധ്യത. അപ്പോ കൊലപാതകം നടത്തിയത് പൂജയല്ല എന്ന് അരുണിമ ആന്റിക്ക് വ്യക്തമായാല് അവർ മൊഴി മാറ്റി പറയും. എക്സാക്ട്ലി. ആന്റി മൊഴി മാറ്റാതെ നമുക്ക് കേസ് പ്രോസിക്യൂഷനെതിരായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോ സാക്ഷിയുടെ മരണം പ്രിയ കാരണമായിരിക്കണം. അതുകൊണ്ടാണ് അവൾ അതിന് തൊട്ടു പിന്നാലെ ഇവിടുന്ന് മുങ്ങിയത്. അതെ, അതവൾ ഏറ്റു പറയണം. അതൊരിക്കലും പറയാതിരിക്കാനാണ് അരുണിമയുടെ അതേ അവസ്ഥയിൽ ഓർമ്മയില്ലാത്തവളായി അവൾ അഭിനയിക്കുന്നത്. അത് പേടിക്കണ്ട, അവള് വാ തുറക്കും. അവളെ കൊണ്ട് പൂജ വാ തുറപ്പിക്കും. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താ? നാളെ അച്ചമ്മ പുറത്തിറങ്ങുക. 3 ദിവസം ജയിലിൽ കഴിഞ്ഞതിന്റെ പകയായിട്ടായിരിക്കും അച്ചമ്മ പുറത്തിറങ്ങുക. പ്രിയയുടെ ഭാഗത്തെ അച്ചമ്മ നിൽക്കൂ. അങ്ങനെയാണെങ്കിൽ അവളെ കൊണ്ട് മിണ്ടിക്കാൻ പണിയാവും. എങ്ങനെ വന്നാലും പ്രിയ വാ തുറക്കണം. സാക്ഷിയുടെ മരണത്തിന് കാരണം താനാണെന്ന് പറയണം. പക്ഷേ അതിനുവേണ്ടി ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അത് പിന്നീട് തനിക്കും പൂജയ്ക്കും പാരയാവുകയുള്ളൂ. അല്ലാതെ അവളെ തുറന്ന് സമ്മതിക്കൂ? ഞങ്ങൾ പോലീസുകാരുടെ ഒരു വഴിയുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാത്ത മുറിവുകൾ ഉണ്ടാക്കും, അകമേ വേദനിപ്പിക്കുക. പറഞ്ഞു തരുന്നത് ക്രൈമാണ്. പക്ഷെ ചില കേസുകളിൽ ക്രൈമിനെ ക്രൈം കൊണ്ടേ നേരിടാൻ പറ്റൂ. എല്ലാം കഴിഞ്ഞപ്പോ എല്ലാ നഷ്ടവും എനിക്ക് മാത്രമായി. പൂജയെ അവൻ കൂളായിട്ട് ഇറക്കിക്കൊണ്ടങ്ങ് പോയി. സാക്ഷിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കൊലക്കി കൊടുത്ത പ്രിയ ഇപ്പൊ അവന്റെ കസ്റ്റഡിയിലായി. നോക്കിക്കോ, അരുണിമയെയും അവൻ പുറത്തു കൊണ്ടുവരും. ആ, അത് ശരി. എല്ലാം കണ്ട് സഹിച്ച് ഞാൻ മാത്രം ഇവിടെ മിണ്ടാതിരിക്കണം അല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വല്ല ദൈവദാസ വേലയ്ക്കും പോവാ. സമാധാനം വരണമേ എന്ന് പ്രസംഗിച്ചോണ്ട് നടക്കാം. അത് മതിയോ? എടോ സേനാപതി, തന്റെ മോളെ ഇല്ലാതാക്കിയവരെ നിയമത്തിന് മുമ്പിലെത്തിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കുകയാണോ തന്റെ ലക്ഷ്യം? അതോ എന്നേക്കുമായി ഇല്ലാതാക്കുകയാണോ? ഇപ്പോഴത്തെ ഈ ചെറിയ ചെറിയ ലഹരിയിൽ അവർ ഇരിക്കട്ടോ. അപ്പ വേണം ശരിക്കും അറ്റാക്ക് ചെയ്യാൻ. തനിക്കിതെന്താണോ? എന്നെ വിശ്വാസമല്ലേ? ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ഈ പണി ചെയ്യുന്നത്. അതല്ല സാറേ, ഇപ്പോഴത്തെ അവസ്ഥയായിരുന്നില്ല പണ്ട്. ശരിയാ. എടോ, തന്റെ മകളില്ലാതായി. ആ വിഷമവും അത് മനസ്സിലുണ്ടാക്കുന്ന തളർച്ച എനിക്ക് മനസ്സിലാവും. പഴയ നിയമത്തിൽ പറയുന്ന പോലെ
കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്ക്. നമുക്ക് പകരം വീട്ടാനുള്ള സമയം ആവുന്നതേ ഉള്ളൂ.